ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇന്ന് ഈവനിങ് സ്നാക്കിന് നമ്മൾ അടയാണ് തയ്യാറാക്കുന്നത്. ഇലയുടെ പോലെ ഇലയില്ലാതെ നമുക്ക് ഈ അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായി ഞാനിവിടെ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഈ സെയിം കപ്പിൽ തന്നെ ഇതേ അളവിൽ തന്നെ 1 കപ്പ് മൈദ കൂടി ചേർക്കാം. 1 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. മൈദ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതിന് പകരം ഗോതമ്പ് പൊടി തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മുടെ അടയ്ക്ക് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മൈദ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് ദോശയുടെ മാവൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ബാറ്റർ നല്ല ലൂസായിട്ട് ഒന്ന് പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നല്ലപോലെ ലൂസായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ ചപ്പാത്തിയുടെ മാവൊന്നും കുഴക്കണ പോലെയല്ല, നമുക്ക് കോരി ഒഴിച്ച് പാനിൽ അപ്പം പോലെ ചുട്ടെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകുന്നതിന്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഗോതമ്പിൻ്റെയും മൈദയുടെയും മിക്സ് ഞാനിവിടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് പെട്ടെന്നൊന്ന് കലക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കരയും തേങ്ങയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 മുറി തേങ്ങയുണ്ട്. പിന്നെ തേങ്ങയുടെ പകുതി ഭാഗത്തോളം ശർക്കര ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളറുള്ള ശർക്കരയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉപയോഗിക്കാം, കറുത്ത ശർക്കര ഉപയോഗിക്കാം, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചത് ചേർക്കാം. ഏലക്കയുടെ തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അട കഴിക്കുമ്പോൾ അത് കടിക്കും. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് ഇലയൊന്നും ഇല്ലാത്ത സമയത്ത്, നമ്മളിപ്പോൾ ഫ്ലാറ്റിലും പുറത്തൊക്കെ താമസിക്കുന്ന സമയത്താണെങ്കിൽ ഇലയൊന്നും കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അട തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു ഫുഡാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ശർക്കരയിൽ കല്ലൊന്നുമില്ല, അതുകൊണ്ട് ഞാനിത് ഉരുക്കിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി അതിനകത്തേക്ക് തേങ്ങയും കൂടി ചേർത്ത് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൊണ്ട് ഇതുപോലെ ഒരു ദോശ റെഡിയാക്കി എടുക്കാം. വളരെ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രം വെച്ചാൽ മതി, കാരണം നമ്മളിത് മടക്കിയെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതിൻ്റെ അടിവശം പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നതിന് മുമ്പ് ഇത് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടി ചേർന്ന് വരാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് ചട്ടകം കൊണ്ടൊന്ന് ഇളക്കിയെടുത്ത് അങ്ങോട്ടൊന്ന് മറിച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് നമ്മുടെ ഫില്ലിങ് അകത്ത് നിന്ന് ഒന്ന് വിട്ടു പോകാതിരിക്കും. ഈ ഒരു പാകത്തിൽ ആക്കിയെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മറിച്ചെടുക്കരുത്. അടിവശം ഒന്ന് ചെറുതായി ഡ്രൈ ആയതിന് ശേഷം മാത്രം മറിച്ച് വയ്ക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് 2 വശവും ഈ ഒരു നിറമാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഉരുകി വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു ബ്രൗൺ നിറമൊക്കെ ആയി വരും. നമ്മൾ ഇലയട ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ബാക്കി അടയും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകമൊക്കെ വളരെ സോഫ്റ്റുമാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക.
പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.